വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ക്രീമി ഗ്രേവിയും കൂടി ഉള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം ഒരു സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് അല്പം ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അല്പം പെരുംജീരകവും 2 ഏല ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ ഒരു സൈസിലുള്ള സവോള നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മിഡിൽ പോർഷൻ റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഈ സവോളയുടെ കൂടെ 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഏകദേശം സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുത്തുകൊണ്ട് വന്ന ഈ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ അരച്ചെടുത്ത സവോളയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ അധികം പുളിയില്ലാത്ത ഒരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്ത് 5-6 കാഷ്യൂസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ 1.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മൾ നേരത്തെ 1.5 സ്പൂൺ ചേർത്തായിരുന്നു സവോള അരച്ചത്. ഇനി 1.5 സ്പൂൺ ഇതിലും കൂടെ ഇട്ട് 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഒന്നും തുറന്ന് നോക്കി ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കാഷ്യൂസും കൂടിയുള്ളൊരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റി നല്ലവണ്ണം കുക്ക് ചെയ്ത് പച്ചമണമൊക്കെ മാറ്റിയെടുക്കണം. ഈ ഗ്രേവി കുക്കായതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം പച്ചമണമൊക്കെ മാറ്റി ഒന്ന് നല്ല വഴറ്റിയെടുക്കാം. കാഷ്യൂസൊക്കെ ടൊമാറ്റോയൊക്കെ ഒന്ന് കുക്കാവുകയും ചെയ്യണമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ബോണോട് കൂടിയുള്ള പാർട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമ്മൾ എരിവിന് പച്ചമുളക് കൂടി
ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി സ്ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഏകദേശം കുക്കായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ചേർത്ത് ചേരുവകളെല്ലാം കൂടി ഇതിലൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടി ഒന്നുകൂടി സ്ലോ ഫ്ലെയിമിലിട്ട് അടച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ പാകത്തിനായി നല്ല വെന്ത് നല്ല അത്യാവശ്യം നല്ല ഗ്രേവിയോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.